പാനൂർ ബോംബ് നിർമ്മാണ സ്ഫോടന കേസിൽ അന്വേഷണം തുടരാൻ പോലീസിന് ഉന്നതതല നിർദ്ദേശം. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങിയത് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് ഇതുകൊണ്ടാണ്. അതിനിടെ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അന്വേഷണം നീളുന്നതിൽ CPM കടുത്ത അതൃപ്തിയിലുമാണ്. DYFI ഭാരവാഹിയായ ഷിജാലും ഷിബിൻലാലുമാണ് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയ തരത്തിൽ മാധ്യമങ്ങളിലെത്തുന്ന വാർത്തകൾ CPM പ്രതിരോധം തകർക്കുന്നതാണ്. കല്ലിക്കണ്ടിയിൽ നിന്നാണ് ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചുവെന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫലത്തിൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തുകയാണ്. എന്നാൽ ഉന്നത നേതൃത്വത്തിൽ ആരും കേസിൽ പ്രതിയാകില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ അലയൊലികൾ വടകരയിൽ ഉയരുമെന്നത് ഉറപ്പാണ്. ഇന്നലെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതികൾ ബോംബ് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. മുഴുവൻ പ്രതികളുടെയും അറിവോടുകൂടിയായിരുന്നു ബോംബ് നിർമ്മാണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ DYFI പ്രാദേശിക നേതാക്കൾ എങ്ങനെ ഈ സംഘത്തിൽ ഉൾപ്പെട്ടതിന് പാർട്ടി ഉത്തരം നൽകേണ്ട അവസ്ഥയിലാണ്. സംഭവം വിവാദമായ ആളുക്കത്തുന്നതിനിടയിൽ പ്രതികൾക്ക് CPM-യുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM-ന് വേണ്ടി ആയുധമുണ്ടാക്കാൻ DYFI ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിവാദം വടകരയിലെ CPM സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. CPM-നെ സംരക്ഷിക്കാനായി ക്യാപ്സ്യൂളുമായി മുഖ്യമന്ത്രിയും കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥി KK ശൈലജയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇവയെല്ലാം പ്രതിരോധത്തിലാക്കും വിധത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഓരോ ദിവസം പുറത്തു വരുന്ന വിവരങ്ങൾ CPM-നെ ആശങ്കയിലാക്കുന്നുണ്ട്. എന്നാൽ പ്രാദേശിക CPM നേതൃത്വം പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ് പോലീസ്. പാനൂരിൽ 8 ബോംബുകൾ നിർമ്മിച്ചതായിട്ടാണ് വിവരം. അതേസമയം ഭാരവാഹികൾ കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയാൽ ഇവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് DYFI-യുടെ നിലപാട്. നേരത്തെ പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി UDF-ഉം രംഗത്ത് വന്നിരുന്നു. പാർട്ടി പ്രവർത്തകർക്കോ DYFI പ്രവർത്തകർക്കോ ബോംബ് സ്ഫോടനവുമായി ബന്ധമില്ലെന്ന് നേരത്തെ CPM നടത്തിയ ന്യായീകരണത്തെ ഖണ്ഡിക്കുന്നതായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. പ്രതികളെ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്താൻ സഹായിച്ചവർ, ബോംബ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നൽകിയവർ, സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിന് പരിശീലനം നൽകിയവർ എന്നിവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഇനിയും അന്വേഷണം വേണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ കേസ് NIA-ക്ക് കൈമാറണമെന്നാണ് കോൺഗ്രസിന്റെയും ആവശ്യം. നിലവിൽ കേസിൽ പ്രതി ചേർത്ത മുഴുവൻ പേർക്കും ബോംബ് നിർമ്മാണവുമായി ബന്ധമുണ്ട് എന്നും സ്ഫോടനം നടന്നിടത്ത് മണലിട്ട് തെളിവ് നശിപ്പിക്കാൻ DYFI ഭാരവാഹികളടക്കം ശ്രമിച്ചുവെന്നും ബാക്കി വന്ന ബോംബ് ഒളിപ്പിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.